നോക്കൂ, ഇനി അടുത്ത ഫണ്ടമെന്റൽ ഓപ്പറേഷൻ ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ അഥവാ ഗുണനം. എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേറ്റ് ചെയ്യുക അഥവാ ഗുണനം ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് ഫ്രാക്ഷൻ. മൾട്ടിപ്ലിക്കേഷൻ എന്താണ്? ഡിവിഷൻ ഓഫ് ഫ്രാക്ഷൻ നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. അതിൽ നോക്കൂ, 3/7 ആൻഡ് 2/9. 3/7 ആൻഡ് 2/9. ഇതില് 3/7 into 2/9. 3/7 into 2/9 എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ളത് നോക്കണ്ട. ഇതൊന്നും ചെയ്യണ്ട. ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. എത്രയാണ്? 2 6. 7 into 9 എത്രയാണ്? 80 63. അപ്പോ ഇത് കിട്ടും അല്ലേ? ഇത്രയേ ഉള്ളൂ. രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. 5/6 ആൻഡ് -2/9 എങ്ങനെ ചെയ്യാം? അപ്പോ 5/6 into -2/9 എന്ന് പറയുന്നത് 5/6 into -2/19. 5 ഉം -2 എത്രയാണ്? -10 അല്ലേ? 6 into 19 എത്രയാണ്? 6 into 19 എത്ര വരും? ഏകദേശം 6 into 20 എത്ര നോക്കാം. 6 into 20 എന്ന് പറഞ്ഞാൽ 120 അല്ലേ? 120 നിന്ന് 6 കുറച്ച് കഴിഞ്ഞാൽ 114. 114 ആയിരിക്കും ആൻസർ വരുന്നത്. അപ്പൊ 6 into 19 ചെയ്താൽ മതി കേട്ടോ. 6 into 19 ചെയ്താല് 114 ആൻസർ കിട്ടും. ഇനി ഇത് നോക്കൂ, 7 into -2 എന്ന രീതിയിലാണ് ചെയ്തത് അല്ലേ? 7/13 into -2/-5. ഇതിന്റെ ആൻസർ എങ്ങനെ വരും? 7 into 2 എത്രയാണ്? 14 -14/13 into 5. 13 into 5 50. 15 എത്ര? 65 വരും അല്ലേ? -65 വരും. അപ്പൊ രണ്ടിടത്ത് എന്താണ്? മൈനസ് വന്നു അല്ലേ? രണ്ട് ഭാഗത്തുള്ളത് മൈനസ് വന്നു. അപ്പോ രണ്ട് ഭാഗത്തും ഒരേ സൈൻ വരുന്ന രീതിയിൽ മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ എളുപ്പമാണ് അല്ലേ? ഡെനോമിനേറ്റർ മാറിയാലുള്ള പ്രശ്നമേ ഉള്ളൂ. ഇപ്പോ അഡീഷനും സബ്സ്ട്രാക്ഷനും. മൾട്ടിപ്ലിക്കേഷൻ എന്താണ്? നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യില്ല. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഈ സബ്സ്ട്രാക്ഷൻ എനിക്ക് വ്യക്തമായി മനസ്സിലായതാണോ അല്ലേ? സബ്സ്ട്രാക്ഷൻ മനസ്സിലായതാണ്. ഇനി നമുക്ക് അടുത്ത ഒരു പ്രോബ്ലം നോക്കാം. എട്ട് ബൈ 4 ഇതെങ്ങനെ ചെയ്യാമോ? 8 into -3 എത്രയാണ്? -24 അല്ലേ? 4 into 4 16. ഇതിന്റെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് ആക്കണ്ടേ? കാരണം ഇത് സിമ്പിൾ ചെയ്യാൻ പറ്റൂല. അപ്പൊ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് എങ്ങനെ മാറ്റാം? ഇതിനെയും സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റണം കേട്ടോ. കാരണം ഇത് രണ്ടിൽ എന്താണ്? 2 പോകും. അപ്പൊ -5/114 എത്ര? 2 പോകും. 10 എത്ര? 2 പോകും. നോക്കി മതി. 11 2 5 14 7 57. ഇതിന്റെ പകുതി എടുത്താൽ മതി. -5/57. ഇതാണ് ഇതിന്റെ സിംപ്ലസ്റ്റ് ഫോം. ഇനി ഇതിന്റെ സിംപ്ലസ്റ്റ് ഫോം എന്താണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് -14/65 പിന്നെ പോകുന്ന സംഖ്യകളില്ല. -24/16 പോകുന്ന സംഖ്യകൾ ഏതൊക്കെയാണ് ഉണ്ടാവുക? 8 into -3 324 16 24/16 16 പോകുന്ന സംഖ്യകൾ 8 ഇല്ലേ? അപ്പൊ -3/2 എന്നുള്ള ആൻസർ വരും. അപ്പൊ ഇതാണ് ഇതിന്റെ സിംപ്ലസ്റ്റ് ഫോം. ഇതിന്റെ സിംപ്ലസ്റ്റ് ഫോം ഇതാണ്. 6/63 പോകുന്ന സംഖ്യകളുണ്ട് അല്ലെ? 3 പോയില്ലേ? 6/63 3 2 മാർക്ക് 2 പ്രാവശ്യം പോകും. 63 63 21 പ്രാവശ്യം പോകും. 63 3 21 പ്രാവശ്യം പോകും. കാരണം 10 3 30 ആണ്. നോക്കാം ഇവിടെ 63 എത്ര 3 പോകും നോക്കാം. 10 3 30 ആണ് അല്ലേ? 10 into 3 30 ആണ്. അപ്പൊ 30 into 2 എത്രയാണ്? 60 ആണ്. അപ്പൊ 60 എങ്ങനെ കിട്ടുക? 20 3 എത്രയാണ്? അപ്പൊ 60 ആണെന്ന് മനസ്സിലായി. പിന്നെ ഒരു 3 കൂടെ ഇല്ല. അപ്പൊ 21 into 3 എത്രയാണ്? 60 ആണ്. അത് മനസ്സിലായല്ലോ. അപ്പൊ ഇതിന് എന്താണ്? 2/21 ഉള്ള ആൻസർ കിട്ടും. ഇതാണ് ഇതിന്റെ സിംപ്ലസ്റ്റ് ഫോം. എപ്പോഴും നമ്മൾ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് ആക്കി മാറ്റാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ എന്താണ്? ആൻസർ തെറ്റുള്ള രണ്ടും ഈക്വൽ കാര്യമാണ്. ഇത് രണ്ടും ഈക്വൽ ആണ് ശരിക്കും. 6/63 2/21 എന്ന് പറയുന്നതും ഒരേ വാല്യൂ ആണ്.
ഒരേ അർത്ഥം അതിനുള്ളത്. പക്ഷെ ഏറ്റവും അതിന്റെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റണം, ഏറ്റവും ചെറിയ രൂപത്തിലേക്ക് അതിന്റെ മാറ്റണം. അതാണ് ഇതിന്റെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഒന്ന് രണ്ട് പ്രോബ്ലംസും കൂടെ ഇതിന്റെ ചെയ്ത് നോക്കാം. നോക്കൂ, 14 ഡിവൈഡ് ബൈ 7 ഇൻറ്റു 3 ഡിവൈഡ് ബൈ 2. അപ്പൊ നോക്കൂ, ഈ ഒരു 3 പ്രോബ്ലം നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഈ ഒരു 3 പ്രോബ്ലം കൂടെ നമുക്ക് എങ്ങനെയാണെന്ന് ചെയ്യാൻ നോക്കാം. ശ്രദ്ധിക്കാം. ആദ്യം 14 × 7 × 3 × 2 അല്ലെ. 14 3 എത്രയാണ്? 30. 30 3 4 21. 14 3 30. 14 × 3 എത്രയാണ്? 14 × 3. 3 4 12 അല്ലേ. 30. 30 1 എത്രയാണ്? 31. അപ്പൊ എത്രയാണ്? ശ്രദ്ധിക്കൂ, 4 3 12 ആണ്. 30 അല്ലേ. 3 × 1 3. അപ്പൊ 3 1 എത്രയാണ്? 4. 42 ആണ് ആൻസർ വരിക. അപ്പൊ എത്രയാണ് ഇത്? 42 ഡിവൈഡ് ബൈ 14 എന്ന് ആൻസർ വരും. ഇത് ഇതിന്റെ സിംപ്ലസ്റ്റ് ഫോം ആണോ? അല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതിന്റെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് എങ്ങനെ മാറ്റാൻ? ഇതിൽ 7 പോകുമോ? ഏറ്റവും വലിയ സംഖ്യയായിട്ടുള്ള 14 7 പോകും നമുക്കറിയാം. അപ്പൊ 42 7 പോകും നോക്കാം. 42 7 പോവോ? നോക്കൂ, 42 7 പോകുന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2/42 7 പോകും നോക്കാം. 6 7 എത്രയാണ്? 6 × 7 42 അല്ലേ. അത് ഒരു 7 7 14 3 21 എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഗുണന പട്ടിക ഉണ്ടല്ലോ, അത് ചെല്ലി നോക്കാം. അപ്പോ 6 7 42. അപ്പൊ 7 പോകുന്നുണ്ട്. അപ്പോ നമുക്ക് 6/2 എന്ന് എഴുതാം. അതിന് മുൻപ് ഇങ്ങനെ വേണമെങ്കിൽ എഴുതായിരുന്നു. 6/2 എന്നുള്ളത് ഈക്വൽ ആണ്. ഇനി നമുക്ക് ഇങ്ങനെ തന്നെ വേറെ രീതി ചെയ്യാം. ആദ്യം 42 2 പോകും നോക്കാം. 2 പോകും അല്ലെ. 4 2 പ്രാവശ്യം പോകും. 2 1 പ്രാവശ്യം പോകും. 14 7 പ്രാവശ്യം പോകും. ഇങ്ങനെ വരും അല്ലെ. 21 7 ഇനി പോകുന്ന സംഖ്യകളുണ്ടോ? 21 7 ഇനി പോകുന്ന സംഖ്യകള് 7 പോകും അല്ലെ. 21 7 പോകും. 3/1 എന്ന് വരും അല്ലെ. അപ്പൊ 3/1 എന്നുള്ള രീതിയിൽ ആൻസർ കിട്ടും. ഈ 6/2 എന്താണ്? 3/1 എന്നാക്കി കൂടെ. അപ്പൊ ഏതാണ് ഫൈനൽ ആൻസർ? ഇതാണ് ഫൈനൽ ആൻസർ, 3/1 എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് സിംപ്ലസ്റ്റ് ഫോമിലേക്ക് ആക്കാൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോ എന്താണ്? 3/1 ആണ് എന്ത് ആൻസർ. 3/1 ആണ് എന്ത് അതിന്റെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് ആക്കിയ ആൻസർ. ഇനി അടുത്തതായിട്ട് ഇത് നോക്കൂ. 9 27. 17 × 2 എത്രയാണ്? 34. 34 27 പോകുന്ന സംഖ്യകളുണ്ടോ? 34 27 പോകുന്ന സംഖ്യകള് 3 പോകും 27, പക്ഷെ 34 പോകില്ല അല്ലേ. പിന്നെ 4 പോവോ? 27 പോകില്ല. 5 പോവോ? 27 പോകില്ല. 34 പോകില്ല. 6 34 പോകില്ല. 27 പോകില്ല. 7 പോവോ? 27 പോകില്ല. 34 പോകില്ല. 8 പോകില്ല. 9 പോവോ? ഇല്ല. 10 പോകില്ല. അപ്പൊ ഇതിൽ എന്താണ്? കോമൺ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് ഒന്നും കാണുന്നില്ല അല്ലേ. കോമൺ ആയിട്ടുള്ളതൊന്നും കാണുന്നില്ല. സോ അതുകൊണ്ട് എന്താണ് ഇത് ഇതിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. 27 34 തന്നെയാണ്. അപ്പൊ അത് മനസ്സിലായല്ലോ. 27 34 തമ്മിൽ കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ആയിട്ട് പോകുന്ന സംഖ്യകളൊന്നും ഇല്ല. അപ്പൊ ഇതിന്റെ സിംപ്ലസ്റ്റ് ഫോം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. പിന്നെ അടുത്തായിട്ട് 6 × 5 6 × 8 40 അല്ലേ.
40, 5 × 3 15. 15-ലും 40-ലും പോകുന്ന സംഖ്യകളില്ലേ, ഇതാണ് ആൻസർ. പക്ഷെ അങ്ങനെയാണെങ്കിലും ഇത് ശരിക്കും എഴുതണം. നമുക്ക് 6 × 8 ഡിവൈഡ് ബൈ 5 × 3, 40/15. 40-ലും 15-ലും പോകുന്ന സംഖ്യ, 40-ല് പോകുന്നത് 5 പോകും അല്ലേ, 15-ല് 5 പോകും, 40-ലും 5 പോകുന്നുണ്ട്. വേറെ ഏതൊക്കെ സംഖ്യകൾ പോകും? 15-ല് പോകുന്ന വേറെ ഏതൊക്കെ സംഖ്യകളുള്ളത്? 15 പോകും, 40-ല് ഇല്ല. 15, 30, 45 അങ്ങനെയാണ് അതിന്റെ അടുത്ത് പോകുന്നത്. അപ്പൊ 40, 15 പോവില്ല. 10, 15 പോവില്ല. അപ്പൊ ഏറ്റവും പോകുന്ന വലിയ സംഖ്യ ഏതാണ്? 5. ഇതിൽ 3 പ്രാവശ്യം പോകും, 40-ല് 8 പ്രാവശ്യം പോകും. 8/3 ആണ് അതിന്റെ ആൻസർ. അപ്പൊ ഇത് വ്യക്തമല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഒരു പ്രോബ്ലം കൂടെ നമുക്ക് അവസാനം ചെയ്യാം. 6/4 × 3/2. ഇത് നോക്കൂ, 3 18, 4 × 2 4. 18/6 നമുക്കറിയാം അല്ലേ, രണ്ടിലും കോമൺ ആയിട്ട് പോകുന്ന സംഖ്യ 6 തന്നെ ഉണ്ട്. അപ്പോൾ 3/1 എന്ന് പറയും. ഇതാണ് ഇതിന്റെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് ആക്കുന്ന മെത്തേഡ്. അപ്പോൾ 3/1 കിട്ടിയത് മനസ്സിലായല്ലോ, അതിന്റെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് ആക്കുന്നത്. അപ്പോൾ നമ്മൾ 4 ഓപ്പറേഷനിൽ 3 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഡിവൈഡിങ് എന്ന ഡിവിഷൻ എന്നൊരു ഓപ്പറേഷൻ കൂടെയാണ് നമുക്ക് പഠിക്കാനുള്ള. ബാക്കിയെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഈ ഡിവിഷൻ എന്നുള്ള ഓപ്പറേഷനും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ 4 ഫണ്ടമെന്റൽ ഓപ്പറേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു നമ്പർ സിസ്റ്റത്തിൽ. ഓക്കെ, നമുക്ക് അത് ഇനി അടുത്ത വീഡിയോയിൽ നോക്കാം.